ഹലോ, അപ്പം നമുക്കിന്ന് ക്യൂട്ടായിട്ടുള്ള ഒരു ജേണൽ ചെയ്താലോ? ക്യൂട്ടായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ കളേഴ്സിനെയാണ്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. സോ ഇതൊരു ക്രിസ്മസ് വിൻ്റർ തീമിലുള്ള ജേണലാണ്. ക്രിസ്മസ് വിൻ്റർ തീം എന്ന് പറയുമ്പോൾ എല്ലാവരും ബ്രൈറ്റ് റെഡ്, ബ്രൈറ്റ് ഗ്രീൻ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. സോ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റി പിടിച്ചിട്ടാണ് ഈ പെയിൽ കളേഴ്സ് എടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഡയമണ്ട് ഫോൾഡ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു പിങ്ക്, അതുപോലെ തന്നെ രണ്ട് പെയിൽ കളേഴ്സാണ്. ആൻഡ് പിങ്ക് ആൻഡ് ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ കാർഡിനൊരു ബ്ലൂ കളറും പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു പിങ്ക് കളറുമാണ് കൊടുക്കുന്നത്. സോ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ അടുത്തുണ്ടായിട്ടുള്ള ക്രിസ്മസ് തീമിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ലൈക്ക് അതിൻ്റെ സപ്ലൈസ് ഒക്കെ ഞാൻ എങ്ങനെയാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിൽ കാണിച്ചിട്ടുള്ള സെയിം സ്റ്റിക്കേഴ്സ് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ആകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ നിന്ന് വിൻ്ററിന് എഴുതിയിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ ലെറ്റേഴ്സൊക്കെ ഒന്ന് ഏറ്റവും മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യാപ്പ്, ഷൂ അങ്ങനത്തെ സ്റ്റിക്കേഴ്സും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡയമണ്ട് ഫോൾഡ് കാർഡിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു പോർഷൻ ഉണ്ട്. ഈ പോർഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ കോഡ്സ്, സ്റ്റിക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു കുറച്ച് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് ഫുൾ ഒരു ബ്ലൂ തീമിൽ, അതായത് ബ്ലൂ, വൈറ്റ്, ഒരു മഞ്ഞ്, സ്നോ അതിനൊക്കെ റെഫർ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഞാൻ യൂസ് ചെയ്ത സ്റ്റിക്കേഴ്സ് മൊത്തം ബ്ലൂ കളറുമാണ്. സോ അതിൻ്റെ അകത്ത് ഞാനൊരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. പിന്നെ പുറത്ത് വരുമ്പോൾ നമ്മളുടെ ഈ ഫോൾഡിൻ്റെ കാർഡിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ ബോർഡറൊക്കെ വരച്ചു കൊടുത്ത് അതിൻ്റെ പുറത്തും ഞാൻ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ അതൊക്കെ തന്നെയാണ്, പക്ഷേ ബ്ലൂ കളറാണെന്ന് മാത്രം. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പോർഷൻ. ആൻഡ് അതിനുശേഷം നമ്മൾ ആ ഫോൾഡ് കാർഡിന് യൂസ് ചെയ്തിട്ടുള്ള സെയിം കളർ A4 പേപ്പർ ഇവിടെ ഒന്ന് ടിയർ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്യൂട്ടായിട്ടുള്ള 3 എൻവലപ്പാണ് ഉണ്ടാക്കുന്നത്. അതൊരു പിങ്ക് കളർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു നീളത്തിലുള്ളൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ആൻഡ് അത് 3 ഈക്വൽ സെക്ഷൻസ് ആക്കിയിട്ട് ഒന്ന് മടക്കുക. അതായത് സെൻറ്റർ പോർഷനിലേക്ക് രണ്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക. ഏറ്റവും മുകളിൽ വരുന്ന പോർഷൻ നമ്മുടെ എൻവലപ്പ് തുറക്കുന്ന പോർഷനില്ലേ, അത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഉള്ളിലുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ലെറ്റർ, കോഡ്സ്, സ്റ്റിക്കേഴ്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ ഒരു ബ്ലൂ കളർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ അകത്ത് സ്നോ പോലെയാണ് വരച്ചു കൊടുക്കുന്നത്. ആൻഡ് അതിൻ്റെ വെളിയിൽ, അതായത് കുറച്ച് എംപ്റ്റി പോർഷൻ ഉണ്ടായിരുന്നില്ലേ, അവിടെ ഞാൻ സ്നോ ഫ്ലേക്സ് അതുപോലുള്ള സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.